ആമസോണിലെ കൂട്ടപ്പിരിച്ചുവിടൽ ബാധിക്കുന്നത് 1000-ഓളം ഇന്ത്യക്കാരെയും. ആമസോൺ ആഗോളതലത്തിൽ നടത്തുന്ന കൂട്ടപ്പിരിച്ചുവിടലിന്റെ ഭാഗമായി ആമസോൺ ഇന്ത്യയിലെ 900 മുതൽ 1100 വരെ ജീവനക്കാർക്ക് ജോലി നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ആഗോളതലത്തിൽ ആമസോൺ വെട്ടിച്ചുരുക്കുക 30,000 തസ്തികകളാണ്. 2022-ൽ ഏകദേശം 27,000 ജീവനക്കാരെ പിരിച്ചുവിട്ടതിനു ശേഷം ആമസോൺ നടത്തുന്ന ഏറ്റവും വലിയ വെട്ടിച്ചുരുക്കലാണിത്. ആമസോണിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപണികളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ പിരിച്ചുവിടൽ ബാധിച്ചേക്കും. കൃത്യമായ കണക്ക് ഇപ്പോൾ വ്യക്തമായിട്ടില്ല എന്നാണ് ആമസോൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സിഇഒ ആൻഡി ജാസിയുടെ ചിലവ് ചുരുക്കൽ നയങ്ങളുടെ ഭാഗമായാണ് പുതിയ നീക്കം. ആഗോളതലത്തിൽ ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻസ് സർവീസസ്, ആമസോൺ വെബ് സർവീസസ് ഉൾപ്പെടെയുള്ള നിരവധി വിഭാഗങ്ങളെ ഈ പിരിച്ചുവിടൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിരിച്ചുവിടൽ സംബന്ധിച്ച തീരുമാനം ജീവനക്കാരെ അറിയിക്കാൻ അതത് ടീമുകളിലെ മാനേജർമാർക്ക് ഈ ആഴ്ചയുടെ ആദ്യം നിർദ്ദേശം നൽകിയിരുന്നു. പീപ്പിൾസ് എക്സ്പീരിയൻസ് ആൻഡ് ടെക്നോളജിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ബെത്ത് ഗാലറ്റി ജീവനക്കാർക്കുള്ള കുറിപ്പിൽ ഇങ്ങനെ പറഞ്ഞു: കമ്പനി അനാവശ്യ നടപടിക്രമങ്ങൾ കുറയ്ക്കുകയാണ്. ഉപഭോക്താക്കളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും വലിയ നിക്ഷേപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി വിഭവങ്ങൾ മാറ്റുകയാണ്. ജോലി നഷ്ടമാകുന്ന ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. 2023-ൽ ആമസോൺ ഇന്ത്യ 500-ഓളം ജീവനക്കാരെ ഒഴിവാക്കിയിരുന്നു. ആഗോളതലത്തിൽ 9,000 ജീവനക്കാരെ കുറച്ചതിന്റെ ഭാഗമായിട്ടായിരുന്നു അന്നത്തെ പിരിച്ചുവിടലുകൾക്കിടയിലും ആമസോണിനെ സംബന്ധിച്ച് ഇന്ത്യ തന്ത്രപ്രധാന വിപണിയാണ്. ഡെലിവറി കൂടുതൽ വേഗത്തിലാക്കാൻ ഈ വർഷം ആദ്യം 2,000 കോടിയുടെ നിക്ഷേപം നടത്തി. വിപണി പിരിച്ചെടുക്കാൻ ക്വിക്ക് കൊമേഴ്സ് വിഭാഗമായ ആമസോൺ നൗവിനെ വികസിപ്പിക്കാനും തീരുമാനിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്ന് ആമസോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ചെലവുകൾ കുറച്ച് ആമസോൺ ഇന്ത്യയുടെ ബിസിനസ് യൂണിറ്റുകൾ നഷ്ടം കുറച്ചിരിക്കുകയാണ്. ആമസോൺ സെല്ലർ സർവീസിന്റെ പ്രവർത്തന വരുമാനം 19% വർദ്ധിച്ച് 30,139 കോടിയായി. ആമസോൺ ട്രാൻസ്പോർട്ട് സർവീസസ് 8% വളർച്ചയോടെ 5,284 കോടിയിലെത്തി. AI സാങ്കേതികവിദ്യ വികസിക്കുന്നതനുസരിച്ച് ആഗോളതലത്തിൽ കൂട്ടപ്പിരിച്ചുവിടൽ വർദ്ധിക്കുകയാണ്. 200-ലധികം സ്ഥാപനങ്ങൾ ഏകദേശം 98,000 ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൂടുതലായി ആശ്രയിച്ച് ചിലവ് ചുരുക്കാനാണ് നീക്കം നടക്കുന്നത്. മാത്രമല്ല, US-ലെ രണ്ടാമത്തെ വലിയ തൊഴിൽദാതാവായ Amazon.comന്റെ തൊഴിൽ ശക്തിയിൽ കൃത്രിമ ബുദ്ധി കുറയുമെന്ന് CEO ആൻഡി ജാസി മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ രണ്ടാം റൗണ്ട് പിരിച്ചുവിടലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ നേരത്തെ അവകാശപ്പെട്ട 30,000 പേരുടെ എണ്ണം ഈ കാലയളവിൽ 14,000-ആയി ഉയർന്നു. കഴിഞ്ഞ 2 വർഷമായി കമ്പനി പുസ്തകങ്ങൾ, ഉപകരണങ്ങൾ, വണ്ടറി, പോഡ്കാസ്റ്റ് ബിസിനസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ പലയിടത്തും ജോലികൾ വെട്ടിക്കുറച്ചു വരികയാണ്. ഇതുവരെയുള്ള പിരിച്ചുവിടലുകൾ ടീമുകളെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടെന്ന് ഗാലറ്റി വ്യക്തമാക്കി. 2025 ജൂണിൽ ആമസോൺ CEO ആൻഡി ജാസി റീറ്റെയിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഭീമൻ കൂടുതൽ ജോലികൾ കൈകാര്യം ചെയ്യാൻ AI ഉപയോഗിക്കുന്നതിനാൽ അടുത്ത കുറച്ച് വർഷങ്ങൾ കമ്പനിയുടെ ജീവനക്കാരുടെ എണ്ണം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.